നമസ്കാരം. മലയാളി കൈപുണ്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് റവയും പയറും കൊണ്ടുള്ളൊരു പായസമാണ്. ഞങ്ങൾ പയറ് പരിപ്പ് വാങ്ങിയതല്ല, വീട്ടിൽ തന്നെ വറുത്തെടുത്തതാണ്. ഇതിനായി ഒരു 200 ഗ്രാം പയറ് അതിൻ്റെ പച്ചമണം മാറി ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കുക. ഈ വറുത്തെടുത്ത പയർ മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഒരു 100 ഗ്രാം സൂചി റവ ഇതുപോലെ വറുത്തെടുക്കുക. ഈ പൊടിച്ചു വച്ചിരിക്കുന്ന പയറും വറുത്ത് വച്ചിരിക്കുന്ന സൂചി റവയും കൂടി കഴുകി ഒരു കുക്കറിൽ വെള്ളം വെച്ച് അതിലേക്കിട്ട് ഇളക്കി ഒരു 2 വിസിൽ വേവിക്കുക. ഒരു ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പും പയറും കൂടിയിട്ട് നന്നായി ഒന്ന് വരട്ടിയെടുക്കുക. ശർക്കര ഉരുക്കിയെടുത്ത പാത്രത്തിലേക്ക് ലേശം വെള്ളമൊഴിച്ച് ചൂടാക്കി അരിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഒന്ന് ഇളക്കി കട്ട മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 500 ഗ്രാം ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുക. ശർക്കരയും ഒഴിച്ച് നന്നായി വരട്ടുക. ശർക്കരയും ചേർന്ന് ഒന്ന് നന്നായി വരണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങയുടെ 2ാം പാലും ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 200 ml കാച്ചിയ പശുവും പാല് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് തേങ്ങയുടെ 1ാം പാലും ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടി മൂപ്പിച്ച് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ വ്യത്യസ്തമായ നുറുക്ക് ഗോതമ്പ് പയറ് പായസം റെഡി.